ഈ വീക്ക് നോമിനേഷനിൽ വന്നത് ജാസ്മിനും ജിൻഡോയുമാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിലിൽ പോകേണ്ടി വന്നത് ജാസ്മിനും ജിൻഡോയും. എല്ലാവരും പറഞ്ഞ റീസൺ ഒന്ന് തന്നെ. ജാസ്മിൻ, ജിൻഡോ, അൻസിബ ഇവരൊക്കെയായിരുന്നു കിച്ചൺ ടീമിൽ. പക്ഷേ കിച്ചൺ ടീമിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് അൻസിബയാണ്. അൻസിബ തന്നെയാണ് കിച്ചണിൽ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് നോമിനേഷനിൽ എല്ലാവരും പറഞ്ഞതും. അയ്യോ, ഓരോരുത്തരും വന്ന് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ദേഷ്യവും പുച്ഛവും അഹങ്കാരവും എല്ലാം ആ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. മിക്കവാറും ബിഗ് ബോസ് കഴിയുന്നതോടുകൂടി ജാസ്മിന് സിനിമയിൽ അഭിനയിക്കാൻ നല്ലൊരു ചാൻസ് കിട്ടും. അത്രയും ഒടുക്കത്തെ എക്സ്പ്രഷൻസ് അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ജാസ്മിൻ്റെ നോമിനേഷൻ കഴിഞ്ഞതും ജാസ്മിൻ ഗബ്രിക്ക് ഓരോന്നും ഓതി കൊടുക്കുന്നുണ്ട് ചെവിയിൽ. ഗബ്രി അത് കേൾക്കുന്നതല്ലാതെ തിരിച്ചു മറുപടിയൊന്നും പറയുന്നില്ല. ഗബ്രിക്ക് മനസ്സിലായി കാണും ജാസ്മിൻ ചെയ്തത് ശരിയല്ല എന്ന്. ജാസ്മിൻ പറയുന്നത് അൻസിബയോട് പറഞ്ഞതാണ് കിച്ചണിൽ എന്ത് പണിയുണ്ടെങ്കിലും വിളിക്കണമെന്ന്. അല്ല, അതെന്ത് വർത്താനമാണ്? ജാസ്മിൻ ആരാ, ജഡ്ജോ? പോയി വിളിച്ച് ആനയിച്ച് കൊണ്ടുവരാനൊക്കെ ഋഷി നല്ല പോയിന്റ്സ് അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ പണിയെടുക്കുന്ന ടൈമിൽ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ആവശ്യം വരിക. ആ സമയത്ത് അൻസിബ ജാസ്മിനെയും ജിൻഡോയും പോയി വിളിക്കും. അവരെ പോയി വിളിച്ചു കൊണ്ടുവരുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് വേഗം ചെയ്യുന്നതല്ലേ എന്ന് കരുതി ഒറ്റയ്ക്ക് ചെയ്യാനല്ലേ ശ്രമിക്കൂ. കിച്ചൺ എന്ന് പറയുമ്പോൾ അത് ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമല്ലേ. ജാസ്മിന് വായടിക്കാൻ കഴിയുമെന്ന് കരുതി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണ്. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ ജാസ്മിന് ഒന്നും പറയാനുള്ള അർഹതയില്ല. ജാസ്മിൻ്റെ മടി തന്നെയാണ് എല്ലാത്തിനും കാരണം. അതിനുശേഷം അൻസിബയും ജാസ്മിനും തമ്മിൽ മുട്ടൻ വാക്കുതർക്കമുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം അൻസിബ അധികം വഴക്കുകളോ കൂടുതൽ സംസാരിക്കുന്നതോ ആയ ഒരു വ്യക്തിയല്ല. എന്നിട്ടും കാര്യമായ കാര്യങ്ങൾ അൻസിബ ഇത്രയും വലിയ വായാടിയായ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു എന്നതാണ്. ഇനി ജിൻഡോയും ജാസ്മിനും കൂടിയാണ് ജയിലിൽ. രണ്ട് എക്സ്ട്രീംസ് ആണ് രണ്ടാളും. ഇനി അവിടെ എന്തൊക്കെ കുതൂഹലം നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.